ടേണിംഗ് പോയിന്റ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജീവിയിൽ നിന്ന് ജീനിലേക്ക് എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ച നമുക്ക് നോക്കാം. DNA കുറിച്ച് കോശത്തിൻ്റെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ആനി കൂട്ടിച്ചേർത്തു. പക്ഷേ അത് എങ്ങനെയാണ് ഇരിക്കുന്നത്? DNA ഘടന മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ഷാജിയുടെ സംശയത്തിലേക്ക് വരാം. എല്ലാ പേരും അവരവരുടെ മൊബൈൽ ഫോണിൽ DNA ഘടന കാണിക്കുന്ന വീഡിയോ ശ്രദ്ധിക്കൂ. ഗോവണിയും പടിയും പോലെ കാണുന്നു. ശരിക്കും ഇങ്ങനെയാണോ ടീച്ചർ? ആരാണ് ഇത് കണ്ടുപിടിച്ചത്? വിജി ആകാംക്ഷയോടെ ചോദിച്ചു. 1953 DNA ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചത് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നീ ശാസ്ത്രജ്ഞരാണ്. അപ്പോൾ DNA ചുറ്റുഗോവണി മാതൃക തൊട്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? DNA ചുറ്റുഗോവണി മാതൃക 1953 ആരൊക്കെ കൂടിയാണ് കണ്ടുപിടിച്ചത്? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്. ഈ മാതൃക പ്രകാരം DNA തന്മാത്ര 2 ഇഴകൾ ചേർന്നാണ്. അപ്പോൾ എത്ര ഇഴകൾ ചേർന്നാണ് DNA തന്മാത്ര എന്ന് പറയുന്നത്? 2 ഇഴകൾ, നെടിയ ഇഴകൾ. അവ ഫോസ്ഫേറ്റ്, പഞ്ചസാര, ഡിയോക്സി റൈബോസ് എന്ന പഞ്ചസാരയും ഫോസ്ഫേറ്റ് കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, 2 നെടിയ ഇഴകളാണുള്ളത്. കൂടാതെ നൈട്രജൻ ബേസുകൾ ചേർന്നുള്ള പടികളുമുണ്ട്. DNAയിൽ കാണുന്ന പഞ്ചസാര തന്മാത്ര ഡിയോക്സി റൈബോസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൂടാതെ എന്തും കാണുവാനായിട്ട് സാധിക്കും? നൈട്രജൻ ബേസും കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ തൊട്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു DNA ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണവ? ഒരു ഫോസ്ഫേറ്റ്, ഡിയോക്സി റൈബോസ് എന്ന പഞ്ചസാര തന്മാത്രയും അതുപോലെ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് ഒരു പടിയെ പോലെയാണ് കാണപ്പെടുന്നത്. 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളാണ് ഉള്ളത്. ഓക്കെ, അവ ഏതൊക്കെയാണവ? അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ എന്നിങ്ങനെ 4 തരം നൈട്രജൻ ബേസുകളാണ് ഉള്ളത്. ഇവ സവിശേഷ രീതിയിൽ ജോഡിച്ചേരുന്നു. അവ എങ്ങനെയാണ് ജോഡിച്ചേരുന്നത്? ഓക്കെ, അവ തൊട്ടുമുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അവ ജോഡിച്ചേരുന്നത്? അഡിനിൻ തൈമിനുമായിട്ടും ഗുവാനിൻ സൈറ്റോസിനുമായിട്ടും അല്ലേ? അഡിനിൻ തൈമിനുമായും ഗുവാനിൻ സൈറ്റോസിനുമായിട്ടാണ് ജോഡി ചേരുന്നത്. ഓക്കെ, ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസും ചേർന്ന യൂണിറ്റിൻ്റെ ആവർത്തനമാണ് എന്ത്? DNA എന്ന് പറയുന്നത്. തൊട്ട് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര തന്മാത്രയും അതുപോലെ 4 തരത്തിലുള്ള നൈട്രജൻ ബേസിൻ്റെയും ആവർത്തനമാണ് എന്ത്? DNA. ഈ യൂണിറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോടൈഡ്. എന്ത് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത് ഈ യൂണിറ്റിനെയാണ് ന്യൂക്ലിയോടൈഡ്. ഒരു യൂണിറ്റിനെയാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത്. താങ്ക് യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.